Good afternoon, Divya. Hi, Bobby. How are you, Divya? I'm good, thank you. How are you? I'm good. Divya, ഒന്ന് ചിരിച്ചോ ടെൻഷൻ അടിക്കണ്ട ചിരിക്ക് Okay. Yeah, this is my first time. So I should say, and I have a cold also, so my voice might sound very different. That's okay. സാരമില്ല ദിവ്യ ഞങ്ങൾക്ക് കോൾഡ് ആണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾക്ക് ഹാപ്പി ഉള്ളൂ കേൾക്കാനായിട്ട്. That's it. Thank you. Actually, it's the first time, and I'm very nervous. And I hope I'm very diplomatic. And I'm very. ദിവ്യ ഇത് കഴിഞ്ഞിട്ട് ഈ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ദിവ്യക്ക് ബാക്ക് ടു ബാക്ക് ഇനി ഇന്റർവ്യൂസിന്റെ ഒരു ടൈം വരും. അന്ന് ദിവ്യ എന്നെ ഓർത്താ മതി കേട്ടല്ലോ. So Divya, tell me, before I'm talking about ഉണക്കമുന്തിരി ഇപ്പൊ വൈറലായി നിൽക്കുകയാണ്, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ദിവ്യയോടൊന്ന് ചോദിക്കട്ടെ, ഇത്രയും നാളും സ്പോട്ട് ലൈറ്റിന്റെ ബിഹൈൻഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എവിടെങ്കിലും ഒരു ഒന്നിലും അധികം നിറഞ്ഞു നിൽക്കാതെ ബാക്ക് സൈഡ് എടുത്തിരുന്ന ഒരാളാണ് അല്ലേ ദിവ്യ? അങ്ങനെയും പറയാം, ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ ബാക്കിൽ അധികം ചെയ്തിട്ടുണ്ടെന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ ഹാവന്റ് വർക്ക്ഡ് ഹാർഡ് ടുവേർഡ്സ് എനിത്തിങ് എന്നും പറയാം. സോ ടെൽ മീ ലൈക്ക് ദാറ്റ്. ഞാൻ കേട്ടിട്ടുണ്ട് വിനീതിന്റെ പല സിനിമകളിൽ ഒരു സ്ട്രോങ് ഹാൻഡ് ആണ് ദിവ്യ എന്ന് കേട്ടിട്ടുണ്ട്. ഇൻ സർട്ടൻ ഡയലോഗ്സ്, സബ് ടൈറ്റിൽസ്, പല കാര്യങ്ങളിൽ. നമുക്ക് അങ്ങനെ ആ സമയത്ത് ഒരു വിനീത് വായിച്ചു വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പറയാറേ ഉള്ളൂ. അതിൽ കൂടുതൽ ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ദിസ് വിൽ വർക്ക് ഓർ ദാറ്റ് വിൽ വർക്ക്, അങ്ങനെ ഒന്നും ഐ ഡോണ്ട് കോൺട്രിബ്യൂട്ട് ഓൺ ദാറ്റ് സൈഡ് ഓഫ് ദ ഇത്. ബട്ട് whatever that comes to my I'm very open. Whatever that comes to my mind, I'll tell it to Vineeth. Because I remember when Vineeth first told me Tattin Marithinte Kada parayna samayathe, it's like this oru it's like a love story. Oru payanum chekkane ikkamo. The first thing that came to my mind is like, why do you want to do a love story? That's the first thing I asked him, and he still tells me. So before I tell you anything, eniki ninnodu parayunninu munpu I have to have this thing. Nee kore chodyam choikkum, kore doubts choikkum. So ninnodu parayan aayilla. That's the first thing he tells me. So whatever ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോഴും ഐ ജസ്റ്റ് ടെൽ വാട്ട് കംസ് ടു മൈ മൈൻഡ്, അത്രേ ഉള്ളൂ. പക്ഷേ ദിവ്യ ഇതുപോലെ തന്നെ എല്ലാത്തിനും കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആളാണ്. ഫ്രം ചൈൽഡ്ഹുഡ് എന്തിനും ഒരു 100 ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ഉള്ള ആളാണോ? അത് ആക്ച്വലി അത് ട്രൂ ആണ്. ഐ ഹാവ് എ ലോട്ട് ഓഫ് എംപ്റ്റി ബ്രെയിൻ, ഇസ് വാട്ട് ഐ ടെൽ വിനീത്. ഐ നീഡ് ടു ഫിൽ ഇറ്റ് അപ്പ് വിത്ത് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. എനിക്ക് ആൻഡ് ഐ ഹാവ് ടു നോ. ഇറ്റ്സ് ലൈക്ക് ഐ ഹാവ് ടു നോ. സോ ഐ ആസ്ക്ഡ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് about random things, not even movies, about something very random. I'll keep asking him questions. Sometimes he's like, why do you ask so many questions? Why can't you just like angane parayna? It's just me, it's just the way I am. Athre ullu. So ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ലൈക്ക് അങ്ങനെയാണെങ്കിൽ ദിവ്യ ഫസ്റ്റ് വിനീതിനെയൊക്കെ കണ്ട് അല്ലെങ്കിൽ ഈ ആള് എനിക്ക് കൊള്ളാലോ, മേ ബി മൈ ഫ്യൂച്ചർ ഇസ് ഇൻ ഹിസ് ഹാൻഡ് എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഇതുപോലെ കുറെ ചോദ്യങ്ങൾ മനസ്സിൽ പോയിട്ടുണ്ടാവില്ലേ? ആ സമയത്ത് ഒരു ചോദ്യം വന്നിട്ടില്ല കേട്ടോ. സംതിങ് ഇൻ മീ എനിക്ക് തോന്നി that okay, this is the boy എന്ന് തോന്നിയത്. ആ സമയത്ത് മാത്രം I think God saying that said, don't question anything anymore. അങ്ങനെ fell in love and everything started for us. അപ്പൊ അന്ന് ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അന്ന് സ്ട്രെയിറ്റ് ആൻസർ ആയിരുന്നു. അന്ന് മാത്രം ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല. വിനീതിന്റെ സൈഡിൽ നിന്ന് നിങ്ങളുടെ ലവ് സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്, ബട്ട് ഐ വുഡ് ലൈക്ക് ടു നോ ഫ്രം യുവർ സൈഡ്. വിനീതിന്റെ കഥയൊക്കെ പറഞ്ഞു തന്നു. ദിവ്യക്ക് ഓർമ്മയുണ്ടോ സ്റ്റിൽ ഫസ്റ്റ് ടൈം വിനീതിനെ മീറ്റ് ചെയ്തതൊക്കെ? ഉറപ്പായിട്ട് ഓർമ്മയുണ്ട്. ഫസ്റ്റ് ടൈം ഐ റിമെമ്പർ വിനീതിന്റെ ക്ലാസ്മേറ്റ്സ് ആണ് എന്നെ റാഗ് ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് ക്ലാസ്മേറ്റ്സ് നെയിം ദിനേശ് ആൻഡ് ജോൺ, അങ്ങനത്തെ അവരായിരുന്നു എന്റെ സീനിയേഴ്സ്. അപ്പൊ അവര് വന്നിട്ട് വിളിച്ച് ചോദിച്ചതാ എന്നോട്, എവിടെയാ, മലയാളിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മലയാളി അല്ല, ജനിച്ചൊക്കെ കോയമ്പത്തൂരില്ല, പക്ഷെ മലയാളം കുറച്ച് അറിയാം. ആ സമയത്ത് എനിക്ക് ഒട്ടും മലയാളം അറിയില്ലായിരുന്നു. ബിക്കോസ് ഞാൻ ജനിച്ചത് കോയമ്പത്തൂരില്ല, പിന്നെ മൈ പേരൻസ് മൂവ് ടു ചെന്നൈ. അപ്പോ ഐ നോ തമിഴ്, ബട്ട് മലയാളം ഒട്ടും അറിയില്ലായിരുന്നു. ദെൻ ദേ സെഡ് ഓക്കെ മലയാളത്തിൽ ഒരു പാട്ട് പാടുന്നു. ഞാൻ എനിക്ക് അറിയില്ല. അപ്പൊ അവര് വിളിച്ചതാ, വിനീത് ഇവർക്ക് ഒരു പാട്ട് പഠിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അപ്പൊ വിളിച്ച്, അങ്ങനെയാണ് ആദ്യം കണ്ടത് ഞങ്ങള്. ഹി വാസ് വെയറിംഗ് എ ഗ്രേ മെക്കാനിക്കൽ യൂണിഫോം, അതെനിക്ക് ഓർമ്മയുണ്ട്. സോ മച്ച് ഐ റിമെമ്പർ. ദിവ്യ പറയുന്നത് കേൾക്കുമ്പോ ഞങ്ങൾക്ക് അറിയാണ്ട് തട്ടത്തിൻ മറിയത്തിലെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മനസ്സിലേക്ക് വരിക. ഇല്ല, അത്രയ്ക്കൊന്നും ഡ്രാമാറ്റിക് ആയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അത്രയ്ക്കും don't think it was the same for him, because no, he didn't. I don't think he looked at me that way then. So അത്രയ്ക്ക് it was not that. It was not love at first sight or something like that, but then he sang a song and I really liked his voice, and I asked him to look
very childish, but I didn't know who he was, sir. I didn't know that Sreenivasan was his father. അങ്ങനെ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ബട്ട് ദിവ്യക്ക് മലയാള സിനിമ ആൻഡ് ആക്ടർ ശ്രീനിവാസൻ അതൊക്കെ അറിയായിരുന്നു. പക്ഷേ അതറിയായിരുന്നു. I knew Lalesan and I knew Sreenivasan and I knew കുറച്ച് ആൾക്കാർ അറിയായിരുന്നു. ബട്ട് മൊത്തം I was in Tamil Nadu. I was born in Coimbatore, Chennai all my life and അധികം കണ്ടിട്ടില്ല. എനിക്ക് അറിയില്ലായിരുന്നു that he was Sreenivasan, Vineeth Sreenivasan ആയിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. After I met him at this thing, the ragging, and then few days later only one of my friends told me, oh, Sreenivasan son, he comes in my bus. And I was like, who? Which boy? I was asking. Then she said, come, I show you one day. എന്നിട്ട് അങ്ങനെ ഒരു ദിവസം അവൾ എനിക്ക് കാണിച്ചു തന്നു, ദിസ് ബോയ് ഈസ് ഓൺലി ശ്രീനിവാസൻ സർ. അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, ഓ ദേ ലുക്ക് സോ സിമിലർ. എനിക്ക് ഇങ്ങനെ മനസ്സിലായില്ലല്ലോ. ഐ വാസ് തിങ്കിങ്. സോ ഫസ്റ്റ് ടൈം ദിവ്യക്ക് റാഗിങ്ങിന്റെ ടൈമിൽ പഠിപ്പിച്ചു തന്ന പാട്ട് ഏതായിരുന്നു? ആദ്യത്തെ പാട്ട് പഠിപ്പിക്കൽ? എനിക്കൊന്നും പഠിപ്പിച്ചു തന്നില്ല. എന്നോട് കുറെ ഡീറ്റെയിൽസ് ചോദിച്ചു. എന്നോട് ചോദിച്ചു എവിടെയാ വീട്, ഓക്കെ എവിടെയാ നാട്, എന്റെ പേരെന്താ, എവിടെയാ സ്കൂളിംഗ് എവിടെയാ ചെയ്തത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എന്നിട്ട് എന്നോട് ചോദിച്ചു കുഴപ്പമില്ല പൊക്കോ, ഞാൻ അവരോട് പറയാം, എന്തെങ്കിലും പറഞ്ഞോളാന്ന് പറഞ്ഞു. എന്നിട്ട് he went and told them that ആ കുട്ടി കരയാ, so don't drag her. So when I came back to the auditorium, all my seniors, they were all coming and said, I'm so sorry, okay, please don't cry, please don't complain, I'm so sorry. Then I was thinking, ഇത് എന്ത് പറ്റി ഇവരെന്തിനാ ഇങ്ങനെ പറയുന്നത്? Then Vineeth ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ കുട്ടി കരയാ, അതുകൊണ്ട് റാഗ് ചെയ്യണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് അവർക്ക് കുറച്ച് they were feeling bad for you എന്ന് പറഞ്ഞു. So literally ദിവ്യ കരഞ്ഞു? No, I didn't cry. ഒരു സോഫ്റ്റ് കോർണർ കിട്ടാൻ വേണ്ടിയിട്ട് വിനീത് അങ്ങോട്ട് പറഞ്ഞതാ. റാഗിങ് കഴിഞ്ഞു, സീനിയർ ജൂനിയർ അല്ലെങ്കിൽ ബാച്ച് മേറ്റ്സ് നിങ്ങൾ ഇങ്ങനെ കാണുന്നൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഫ്രിക്ഷൻ സംഭവിക്കുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ആ ഒരു കെമിസ്ട്രി വർക്ക് ഔട്ട് വിനീത് പാടി കേട്ടപ്പോഴാണോ? ഓർ മേ ബി is there any particular? I really liked his voice the first time he sang. എനിക്കത് ഭയങ്കര ഇഷ്ടമായി his voice, and I even told my best friend that I really like this boy's voice. I really like it എന്ന് ഞാൻ കുറേ പറയായിരുന്നു. But then I think it took some time. We were friends. ഞങ്ങൾ ഒരേ മ്യൂസിക് ക്ലബിലായിരുന്നു. Then we were friends and then we were talking to each other a lot, and it took a lot of time. It took about like 6 to 8 months for us to actually get and then call in. So first time വിനീതിന്റെ പാടി കേട്ട പാട്ട് ഏതാ ദിവ്യ? It is, I don't know this song. It's the same, this thing I will, it's Yesudas song. It's very famous. പക്ഷെ എനിക്ക് ആ പാട്ട് ഓർമ്മയില്ല. സിനിമ ഒന്നും ഓർമ്മയില്ല? സിനിമ ഓർമ്മയില്ല. Oh God, it sounds horrible. പക്ഷെ I know, but എനിക്ക് പറയാൻ അറിയില്ല. പാട്ടറിയാം പക്ഷെ മനസ്സിൽ നിന്ന് വരുന്നില്ല, അതാണ്? അതെ, exactly. ഓക്കെ, നെക്സ്റ്റ് ടൈം വിനീതിനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വിളിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് പാട്ട് ഇതെങ്ങാനും വിനീത് കേട്ട വിനീത് ആദ്യം ചോദിക്കുന്നത് നിനക്ക് ആ പാട്ട് ഓർമ്മയില്ല അല്ലെ, അതായിരിക്കും ആദ്യം ചോദിക്കുന്നത്. വിനീതിന്റെ അടുത്ത് തന്നെ ഞാൻ ചോദിക്കുന്നുണ്ട്, വിനീത ഫസ്റ്റ് പാട്ട് ചെയ്ത ദിവ്യക്ക് ചെറിയൊരു മറവി വന്നിട്ടുണ്ട് എന്ന് പറയാം. ഹൃദയത്തിലേക്ക് വരുമ്പം ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ തന്നെ കോളേജിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹൃദയത്തിലേക്കും അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. ആൻഡ് കോളേജ് ടൈം ഞങ്ങളുടെ ബെസ്റ്റ് ടൈം ഓഫ് ലൈഫ് ആയിരുന്നു. ഐ ഹാവ് ടു സേ ദാറ്റ്. ആൻഡ് that time never comes back when you are there. അല്ലേ, നമ്മൾ എപ്പോഴും വിചാരിക്കും ഇവിടെ നിന്ന് ചാടിയിട്ട് നമുക്കൊരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു, നെക്സ്റ്റ് സ്റ്റെപ്പ് ഐ വാണ്ട് ടു സ്റ്റാർട്ട് ഏർണിംഗ് എന്ന് അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കും. ബട്ട് ദാറ്റ് പീരിയഡ് ഓഫ് അവർ ലൈഫ് നെവർ കംസ് ബാക്ക്. ചെന്നൈയിലെ ഏത് കോളേജ് ആയിരുന്നു നിങ്ങൾ? KCG കോളേജ് ഓഫ് ടെക്നോളജി. ഐ തിങ്ക് നമ്മൾ ഹൃദയത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ വി ഷോട്ട് അറ്റ് ദ സെയിം ക്യാമ്പസ്. ആൻഡ് ദ മാൻ ഈസ് വെരി സ്വീറ്റ് ടു ലെറ്റ് us shoot there. നിങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് ആ ക്യാമ്പസിൽ നിങ്ങൾ അന്ന് നടന്ന പല സ്ഥലങ്ങളിലൂടെ നടക്കാനൊക്കെ പറ്റിയോ? പറ്റി. കുറെ മാറിയിട്ടുണ്ട്, അത് ക്യാമ്പസ് കുറെ ചേഞ്ച് ആയിട്ടുണ്ട്. ആൻഡ് കുറെ ന്യൂ ബ്ലോക്സ് വന്നിട്ടുണ്ട് അവിടെ. പക്ഷെ ഞങ്ങൾ നിന്ന ബ്ലോക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. ആൻഡ് ആ ക്ലാസ് റൂംസ് എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. സോ വി ഹാഡ് എ ലോട്ട് ഓഫ് മെമ്മറി അവിടെ. വീണ്ടും മറ്റേ തട്ടത്തിൻ മറയത്തിൽ വരാന്തയിലൂടെ ഐഷയുടെ കൈപിടിച്ച് നടന്ന പോലെ വിനീത് ദിവ്യയുടെ കൈപിടിച്ച് പിന്നെ ആ വഴിക്കൊന്ന് നടന്നു. അതെ, നടന്നു ആക്ച്വലി. ദിസ് ടൈം 2 കുട്ടികളും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. സോ ദാറ്റ് വാസ് ഈവൻ മോർ സ്പെഷ്യൽ. എന്നിട്ട് ഞങ്ങൾ 2 കുട്ടികളും, വിഹാൻ എപ്പോഴും ഓട്ടോ ആണ്. അപ്പൊ അവൻ ഓടിപ്പോയപ്പോ അവന്റെ ബാക്കിൽ ഐ തിങ്ക് സം വൺ ഓഫ് our friends ran behind him. And Shanaya, costume designer ഇല്ലേ ദിവ്യ ചേച്ചി, ഷനായക്ക് ദിവ്യ ചേച്ചിന്റെ കൈ പോയ അവള് സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. സോ ദിവ്യന്റെ കയ്യില് ഷനായനെയും കൊടുത്തിട്ട് ഞാനും വിനീത് നടന്നതാ ക്യാമ്പസിനകത്ത്. ആ ഒരു മൊമെന്റ് നിങ്ങൾ അവിടെ നിന്ന് സ്റ്റീൽ ചെയ്തെടുത്തു അല്ലേ? സത്യം. ആൻഡ് ഐ തിങ്ക് it's a good thing we did. Did you take any picture or anything for just we took a picture? പോസ്റ്റ് ചെയ്തോന്ന് തോന്നുന്നു ഇൻസ്റ്റഗ്രാമില്. വൺ പിക്ചർ ഫ്രം ദി ഓപ്പൺ എയർ തിയേറ്റർ ഞങ്ങൾ എടുത്തത്. വിനീത് പോസ്റ്റഡ് ഇൻ ദിസ് തിങ് ആൻഡ് ഇറ്റ് ഹസ് ചേഞ്ച്ഡ് എ ബിറ്റ്. പക്ഷെ എന്നാലും that feeling when you stand there is the same. So sweet actually. So Divya, coming to you, കോയമ്പത്തൂരിൽ ജനിച്ചു, ചെന്നൈയിൽ വളർന്നു, തമിഴാണ് കൂടുതൽ ഒക്കെ പറഞ്ഞു. സോ ദിവ്യയും പാട്ടുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്? യു സ്റ്റഡീഡ്, ട്രെയിൻഡ് ആണോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ?
ചെറുപ്പത്തിൽ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ക്ലാസിക് കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് ഇപ്പൊ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഞങ്ങള് ഐ വെന്റ് ആൻഡ് ജോയിൻ ദ മ്യൂസിക് ക്ലബ് ഇവിടെ കോളേജ് ടൈമില്. ആൻഡ് ഇറ്റ്സ് വെരി ഓണസ്റ്റ് ടോക്ക്, അത്രേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് ഐ നോട്ട് ലേൺ ലൈക് സോളിഡ് ക്ലാസിക്കൽ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എനിക്കില്ല. ഐ ഷുഡ് സേ ദാറ്റ്. അന്ന് കോളേജിലൊക്കെ പോയി സ്റ്റേജിൽ പാടുമായിരുന്നു തോന്നുന്നു അല്ലേ? ഇതുവരെ ഞാൻ തന്നെ പാടിയിട്ടില്ല. ഐ ഹാവ് ഓൾ സങ് ഇൻ ഗ്രൂപ്പ്സ് ഓർ അങ്ങനെ വോക്കൽസ് അങ്ങനെ പാടിയിട്ടുണ്ട്. ബട്ട് തന്നെ ഞാൻ മാത്രമായിട്ട് ഒരു പാട്ട് ഇതുവരെ ഐ ഹാവൻ സങ് വെൻ ഐ വാസ് ഇൻ കോളേജ്. സോ ഐ തിങ്ക് ഉയർന്ന് പറഞ്ഞു വാസ് മൈ ഫസ്റ്റ് സിംഗിൾ ഇൻ ലൈഫ്. ഇറ്റ് വാസ് മൈ time ever. So വിനീതിന്റെ കൂടെ സ്റ്റേജിൽ കയറി നിങ്ങൾ ഗ്രൂപ്പായി പാടിയ ഒരു ഏതെങ്കിലും പാട്ടോ ഓർമ്മയുണ്ടോ? ഐ.ടി. സാരംഗിലും പാടിയിട്ടുണ്ട്. ഐ.ടി. സാരംഗ് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കും എല്ലാ വർഷവും. സോ അതിൽ കുറെ കോളേജസ് വിൽ പാർട്ടിസിപ്പേറ്റ്. സോ അതിലും വി ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ആൻഡ് ഐ റിമെമ്പർ വി ഹാവ് ഓൾ സങ് ടുഗദർ ഐ.ടി. ക്യാമ്പസിൽ. അന്ന് വിനീത് എനിക്ക് ഒന്ന് കുറച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും അല്ലേ, എങ്ങനെ പാടണം എന്ത് ചെയ്യണം എന്നൊക്കെ? അന്നും ഞങ്ങൾ അത്രയും വി വർ നോട്ട് ഡേറ്റിംഗ് ആ സമയത്ത്. ഐ തിങ്ക് when I joined my second year and Vineeth was when Vineeth was in second year, 2004, he was in his second year and I was in my second year, he was in his third year. ആ സമയത്താണ് we started dating. So this happened in first year. ആ സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത്. So ദിവ്യ കോളേജിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ദിവ്യ ടിൽ വിനീതിനായിട്ട് ഡേറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് വരെ യുവർ ഡ്രീം ആൻഡ് യുവർ വിഷ് എല്ലാം ഇസ് ഡിഫറെന്റ് ഇല്ലേ? അന്ന് വരെ ചിന്തിച്ചേക്കുന്നത് ചിലപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ദിവ്യ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും പ്ലാൻ ചെയ്തത്. ദെൻ പ്ലാൻസ് ആർ ചേഞ്ചിങ്. So ദിവ്യയുടെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്ന ഒരു പ്ലാൻ എന്തായിരുന്നു? സിംഗിങ് പ്രോമിനൻസ് കൊടുക്കണം എന്നായിരുന്നു ഓർ സംതിങ് എൽസ് വാസ് there in your mind? Very honestly, even today എനിക്ക് അറിയില്ല this is what I don't have a plan and I'm just going with the flow. എനിക്ക് സത്യമായിട്ട് അറിയില്ല. Vineeth says the same thing. Vineeth says you have to decide what you want and then follow that. പക്ഷെ I'm just going with the flow. എനിക്ക് അങ്ങനെ ഇതുവരെ എനിക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. I don't know if it's a good thing. I'm just happy where I am. അത്രേ ഉള്ളൂ. That's the best thing. No, നമുക്ക് ഹാപ്പി ആവാൻ പറ്റുക എന്നുള്ളതാണല്ലോ the best thing. That is true, yeah, but whatever comes, I'm just accepting it. So once you finished your graduation, അപ്പോൾ തന്നെ വീട്ടിലൊക്കെ പോയി പറഞ്ഞായിരുന്നോ that this is the boy and Vineeth പോയി? ഇല്ല. I worked in Infosys for a year. Then I didn't like അത് കഴിഞ്ഞിട്ട് I quit Infosys. Then I worked in a play school as a teacher. അത് I really enjoyed. I think in between this only ഞങ്ങൾ വീട്ടിൽ പറഞ്ഞത് and then my parents decided to go meet his parents and then I think it all happened in 2012. Before തട്ടത്തിൻ മറയത്തിന്റെ റിലീസ് ആണ് എന്റെ അച്ഛനും അമ്മയും വിനീതിന്റെ വീട്ടിലേക്ക് പോയി സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തട്ടം റിലീസായ ശേഷമാണ് ഞങ്ങൾ ഒക്ടോബറിൽ കല്യാണം കഴിക്കുന്നത്. So ഞങ്ങൾ ആക്ച്വലി കോൺക്രീറ്റ്ലി വീട്ടിൽ പറഞ്ഞത് was around 2008. So we had a good 4 years of hide and seek at home. I still remember. എനിക്ക് തോന്നുന്നു ബോണിയുടെ ഹസ്ബൻഡ് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ഫസ്റ്റ് മൂവി കാണാൻ ദിവ്യനെ തിയേറ്ററിൽ കൊണ്ടുവന്ന ഒരു കഥ പറഞ്ഞത് എനിക്കൊരു ഓർമ്മയുണ്ട്, ആരും അറിയാണ്ട്. He only picks Noble ആണ് ഇപ്പോഴും when we go he sometimes picks me from the airport. അപ്പൊ അന്ന് നോബിൾ ആണ് രാവിലെ. അത് ഞാൻ I'm going early in the morning and then coming back the same day because I can't stay over. അപ്പൊ ഞാൻ Noble had to pick me up, take me to his house, lunch ഒക്കെ കഴിച്ചിട്ട് then I went for the show, came back and I caught the evening flight and came back to Chennai. വിനീതിന്റെ ഫസ്റ്റ് മൂവി കാണാനായിട്ട് ദിവ്യ എടുത്ത എഫേർട്ട് ആണ്. Yeah, but very gutsy I should say. Now when I look back I'm like, oh, how did I do it? അങ്ങനെ ഇത്ര ധൈര്യം എനിക്ക് എവിടെ നിന്ന് വന്നല്ലേ? സത്യം ഇപ്പൊ ആലോചിക്കുമ്പോൾ. ദിവ്യ ഡു യു റിമെമ്പർ വീട്ടിൽ പോയിട്ട് വിനീത് എന്ന് പറഞ്ഞൊരു പയ്യനെ പറ്റിയിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് ഇത് വിനീതിനെ പറ്റി പറയാന്നുള്ളത്? ആക്ച്വലി അങ്ങനെ when you're in love, it's very obvious. So ആ സമയത്ത് വിനീതിന്റെ ഇറങ്ങിയ പാട്ടൊക്കെ ഞാൻ കുറെ വീട്ടിലെ കേൾക്കുമായിരുന്നു. സോ അപ്പേ എന്റെ അച്ഛനും അമ്മയ്ക്കും ഡൗട്ട് വന്നു, പെട്ടെന്ന് ഒരു മലയാള പാട്ടിലേക്ക് അത് ഒരു പയ്യന്റെ പാട്ട് മാത്രം ഇങ്ങനെ കേൾക്കാനുള്ള ഇതെന്താണ്? ആ സമയത്തെ ഡൗട്ട് അടിച്ചു അവർക്ക്. And my sister, I had an elder sister also, so she was also like asking me, why are you listening to this song again and again? Who is this boy? അങ്ങനെ കുറെ ചോദ്യം വന്നു വീട്ടിൽ തന്നെ. അപ്പൊ അവർക്ക് തന്നെ മനസ്സിലായി, ഏകദേശം പിടികിട്ടി. So I didn't have to go and explain it to them. But in 2011, like I told you, and അച്ഛനും അമ്മയും വീട്ടിൽ പോകുന്നതിന് മുമ്പ് we had to sit down and seriously talk that okay, this is the situation, ഇതാണ് പയ്യൻ, this is the ഇതെന്ന് പറഞ്ഞിട്ട് then only they spoke to his parents and they started
talking about the details. But Divya, like Divya ഫാമിലിയിൽ ആരും അങ്ങനെ സിനിമയുമായി റിലേറ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ when their daughter is saying that I am in love with അല്ലെങ്കിൽ I want to marry a person who is in cinema എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ഷോക്ക് ആയിരുന്നു അത്. Definitely ഉണ്ടായിരുന്നു. Especially my mother's side, എല്ലാരും they were all professors and doctors and അങ്ങനത്തെ ആൾക്കാരായിരുന്നു. So they never expected, and my mother was in a big shock. My father's brother is into art direction in movies, so he also was okay. പക്ഷെ ആർക്കും everybody reads only what's on the newspaper or magazine. Nobody understands knows the person in person. They were very shocked. Yeah, we had our period of convincing and fighting. അതൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്, especially for me. Everything happens for a reason എന്ന് പറയുന്നത് പോലെ അതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയുടെ ബിഗിനിങ് ആയിരുന്നു. Definitely. ഇപ്പൊ നമ്മള് പിള്ളേരെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല, yeah, this was meant and this was worth it and ഇതാണ് മൊത്തത്തിൽ complete me and Vineeth together. So ദിവ്യ വീട്ടിലിരുന്ന് സ്ഥിരമായിട്ട് കേട്ടോണ്ടിരുന്ന വിനീതിന്റെ പാട്ട് ഏതാ? കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ കരളി കുറെ കേൾക്കായിരുന്നു ആ സമയത്ത്. പിന്നെ കേശു ഇറങ്ങി. കേശു I think it released after our wedding. I don't know. I like കേശു എന്ന് പറഞ്ഞ പാട്ട്. നരനിലെ പാട്ട് കേൾക്കുമായിരുന്നു. കുറെ സിനിമകൾ ആ സമയത്ത് ഇറങ്ങിയ എല്ലാം I used to have a playlist and keep listening to it. അതൊക്കെ ഫുൾ പറയാൻ ചോദിക്കരുത്. Now I'm a mother of two kids. I don't have any time for music ഇപ്പോൾ, സത്യം പറഞ്ഞ. കല്യാണത്തിന് മുമ്പ് വിനീതിന്റെ പാട്ട് കേട്ട പോലെ ഇപ്പൊ കേൾക്കാൻ ഇപ്പൊ സമയമില്ല അതല്ലേ? ഒരു പാട്ടും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ ഫോൺ എടുത്താ വിഹാൻ ഇറ്റ്സ് മൈ ഫോൺ ഗിവ് ഇറ്റ് ടു മീ എന്ന് പറഞ്ഞ് അവൻ കൊണ്ടുപോകും. TV ഇപ്പൊ ഞാൻ TV കാണാറില്ല. when I turn on the TV he'll say I want to watch this എന്ന് പറഞ്ഞിട്ട് അവൻ റിമോട്ട് കൊണ്ടുപോകും. So we don't watch TV. We have to watch only when they're sleeping. എത്ര കാർട്ടൂൺ നെയിംസ് ഒക്കെ പഠിച്ചപ്പോ ദിവ്യ? കാർട്ടൂൺ സോങ്സ് and anime. Luckily he doesn't watch cartoons. I don't know if luckily ആണോന്ന്, but he watches this Vlad and Nikki, Diana Roma, these kids who are on TV, അങ്ങനത്തെ shows he keeps watching. He watches a lot of music video. അത് എവിടെ നിന്നാണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല. തന്നെ യൂട്യൂബ് എടുത്ത് പ്ലേ ചെയ്യുന്നതാണോ? Yeah, he opens YouTube തുറന്നിട്ട് അവനിങ്ങനെ തപ്പി he watches Coldplay, he watches Charlie Puth. Wow. He listens to these songs മാറി and he keeps singing it. ഇതൊക്കെ ഞാൻ പോലും കേട്ടിട്ടില്ല, വിനീതും കേട്ടിട്ടുണ്ടാവില്ല ഉറപ്പാണ്. But if you see our YouTube history on the TV, it look like we're all very modern and very we're on the എന്താ പറയാ, we know the trend right now only ആയിരിക്കും. പക്ഷെ it's not us. It's our 4.5-year-old son. That is great. So ഈ Coldplayനെയും ചാർലി പുട്ടും അറിയാവുന്ന വിഹാന് അച്ഛൻ പാട്ടുകാരനാണ്, ഡയറക്ടർ, അതൊക്കെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? I think അവന് അറിയാമെന്ന് തോന്നുന്നു. ഹൃദയം അവനറിയാം. ബിക്കോസ് അവന് അപ്പൂനെ കണ്ടു, അപ്പൂനെയും അമ്മൂനെയും അവൻ കാണുന്നുണ്ട്, പിന്നെ സിത്താരനെ കാണുന്നുണ്ട്. അപ്പൊ അവന് ഹൃദയം വിനീതിന്റെ സിനിമയാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് വിനീത് ഓരോ സാധനം ചെക്ക് ചെയ്യാനിരിക്കുമ്പോഴും ഹൃദയത്തിന്റെ ആണെങ്കിൽ വിഹാൻ ഓടി വന്നിരിക്കും, വിനീതിന്റെ മടിയിലിരിക്കും, അടങ്ങിയിരുന്ന എല്ലാം. ആൻഡ് റൈറ്റ് നൗ വൺ ഓഫ് ഹിസ് ഐഡൽ ഈസ് അപ്പു. അപ്പുവിനെ വളരെ ഡിഫറെന്റ് ആയിട്ട് ഞങ്ങളൊക്കെ കാണാൻ പോകുന്ന ഒരു സിനിമയും കൂടെയാണ് ഹൃദയം. ഐ തിങ്ക് കുറേയും കൂടെ ദിവ്യക്ക് അറിയാം അപ്പു എന്താന്നുള്ളത്, ഞങ്ങൾ കാണുന്ന അപ്പു. ഡെഫിനറ്റ്ലി ആയിരിക്കും എന്ന് തോന്നുന്നു. ബട്ട് ഞാൻ ഇതിന് മുമ്പുള്ള അപ്പുവിന്റെ പടം കണ്ടിട്ടില്ല. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഐ ഹാവന്റ് സീൻ ആദി ആൻഡ് രണ്ടാമത്തെ പടം ഞാൻ കണ്ടിട്ടില്ല. ബട്ട് പീപ്പിൾ ആർ എക്സ്പെക്ടിങ് ദാറ്റ് അപ്പു കുറെ ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് ഐ റിയലി ലൈക്ക് ദ വേർഷൻ ഓഫ് അപ്പു ദാറ്റ് ഐവ് സീൻ ഇൻ ഹൃദയം. ആൻഡ് ഐ റിയലി ഹോപ്പ് ദാറ്റ് പീപ്പിൾ are able to connect and relate to that version of Appu. I remember വിനീതിന്റെ അടുത്ത് ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ച സമയത്ത് he told me that ഇനി കുറച്ച് നാളത്തേക്ക് ആക്ടിങ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അധികം ബിസി ആക്കാൻ ആഗ്രഹിക്കുന്നില്ല, just because he want to spend time with his family and kids. Because നാളെ വിനീതിന് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഗ്രോത്ത് കാണാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം വരരുത് എന്ന് എന്നോട് പറഞ്ഞൊരു ഓർമ്മയുണ്ട്. ഐ തിങ്ക് ഇപ്പോഴത്തെ വളരെ ചുരുക്കം ആളുകൾ എടുക്കുന്ന ഒരു ഡിസിഷൻ ആണ്. ദാറ്റ്സ് എ ബിറ്റ് റിസ്കി ബിക്കോസ് വെൻ ദേ ഗെറ്റ് ലോട്ട് ഓഫ് വർക്ക് അതിനെ നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിക്കുക എന്ന് പറയുന്നത് ഇസ് നോട്ട് ദാറ്റ് ഈസി. അത് നിങ്ങൾ പണ്ടേ എടുത്തൊരു ഡിസിഷൻ ആണോ ദാറ്റ് ഒരു ഫാമിലി ആകുമ്പോൾ ഒരുമിച്ച് ആ ഒരു ജേർണി എൻജോയ് ചെയ്യണം എന്നുള്ളത്? I think the decision mottham our decision is fully Vineeth, and I'm also he's a very dedicated father, and the amount of effort he has made to be with Vihan and Shania, I haven't seen many fathers make that much of an effort, because ellarum vicharikkuna endana kuttiyalalle avaril thanne valnolum namukku valarna prayathil kaanam aa samayathana avarkku nammade avashyam. But the foundation that Vineeth has put in, the effort he has put into the foundation, I think that plays a huge role, and I can see it in Vihan and Shania.
now when they're growing up, the baby steps in and avaru valarumbo oro saanam varumbo, I can see that whatever effort that we're putting in, they're all the benefits I can see from that. Vineeth took that bold decision, and yeah, it paid off. It is still paying off, and I'm sure it will. ദിവ്യ എത്രത്തോളം ചേഞ്ച് ആയി? ദിവ്യ എന്ന പേഴ്സൺ കോളേജിലും ഈ പറഞ്ഞ വർക്ക് ടൈമിലും ഒക്കെ ഉണ്ടായിരുന്ന ദിവ്യയും കല്യാണം കഴിഞ്ഞ് ഒരു റെസ്പോൺസിബിൾ ആയി 2 കുട്ടികളൊക്കെ ആയപ്പോ ദിവ്യക്ക് ഏറ്റവും വന്ന ചേഞ്ചസ് എന്താണ്? പേഷ്യൻസ് മേ ബി. പേഷ്യൻസ് ഡെഫിനറ്റ്ലി. I'm telling you, എനിക്ക് വിഹാൻ ആണ് എന്നെ പേഷ്യൻസ് പഠിപ്പിച്ചു തന്നത്. He taught me patience. He made me a better person. Not the best version of me, but he made me a better person. And now Shania is teaching me everything all over again. She will literally test how much I've learned. She's a little more stubborn and little more stronger than Vihan. But definitely a lot of me have changed, from the things that you think about to the kind of things you do during your day and everything. Yeah, my kids have taught me so much. So Vihan and Shania എത്രത്തോളം ഉണ്ട് ദിവ്യ and Vineeth രണ്ടുപേരിലും? Vihan is a lot like me. Shania is a lot like Vineeth. Yeah, definitely. ബട്ട് ദിവ്യ ലൈക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ രണ്ടുപേരും എനിക്കിപ്പോൾ അറിഞ്ഞിടത്തോളം എനിക്ക് മനസ്സിലായി ലൈക്ക് നിങ്ങൾ ഫാമിലി കുറേയും കൂടി ഫോക്കസ് ചെയ്യുന്നവരാണ്. നിങ്ങൾ ആ ഒരു വേൾഡിനെ ഒരു ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ പോകുന്നവരാണ്. ബട്ട് എപ്പോഴാണ് ദിവ്യ ഡിസൈഡ് ചെയ്തത് ദാറ്റ് സിംഗിങ് പാർട്ട് ഞാൻ കുറേയും കൂടെ എക്സ്പ്ലോർ ചെയ്യണം, അല്ലെങ്കിൽ വിനീതിന്റെ ആ ഒരു പുഷിനെ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് ദിവ്യ ഫസ്റ്റ് എടുക്കുന്ന ഡിസിഷൻ എപ്പോഴായിരുന്നു? ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ആ വീഡിയോ ഇട്ടില്ലേ വിനീത് ഞാൻ പാടുന്ന സെന്റിൽ വന്ന്, ആ സമയത്ത് വിനീത് എന്നോട് ജസ്റ്റ് ചോദിച്ചാ ഒന്ന് പാടുവോ. അപ്പൊ ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് നിക്കി ആൻഡ് തൃഷ എന്ന് പറഞ്ഞ 2 പേരും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പാടിയത് ആ സമയത്താണ്. പിന്നെയാണ് വിനീത് ഇങ്ങനെ ഓക്കെ നമുക്കൊരു ആൽബം ചെയ്യാന്ന് പറഞ്ഞ, ഇതൊന്നും ഞാനായിട്ട് എടുത്ത എഫേർട്ട് അല്ല, വിനീതാണ് പുഷ് ചെയ്തത്. സോ ഐ സ്റ്റിൽ ടെൽ ഹിം ദാറ്റ് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു, ആൻഡ് വിതൗട്ട് യു ഐ വുഡ്ന്റ് ഹാവ് ഡൺ എനി ഓഫ് ദിസ്. സോ ഇത് മൊത്തം വിനീതിന്റെ ഐ വുഡ് സേ ഇറ്റ്സ് ഓൺലി 30% മൈ എഫേർട്ട് ആൻഡ് 70% വിനീത് എഫേർട്ട്. അങ്ങനെ പറയാനൊക്കെ അടിപൊളിയാണ്. പക്ഷെ എന്നാലും ദിവ്യയുടെ കുറേ ഒരു ദിവ്യക്ക് ആ മൈൻഡ് അതിലേക്ക് സെറ്റ് ആവാനായിട്ടുള്ള ടൈം എന്തായാലും വേണമല്ലോ. യെസ് ഐ എം ഗോണ ഡു ഇറ്റ്, ഐ എം ഗോണ സിംഗ് ഇറ്റ്, ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ഇവൻ സ്റ്റേജിൽ പോലും ഒറ്റയ്ക്ക് പാടിയിട്ടില്ല. Because Vineeth pushed me, I would do anything that he asked me to do. So because Vineeth coach on, and I thought that okay, Vineeth parayanengil we'll definitely do it. And I know that Vineeth not just make me do something if he does not feels like okay, there is a possibility, or Vineeth ne thoniyillengil I know he won't push me to it. Absolutely. I think 16 years with you, and I think that was the first time, you allowed him to take a video of singing. Yeah. So that was the first time. പാടിയ ഞങ്ങളൊക്കെ ഫസ്റ്റ് ഇൻസ്റ്റയിൽ പാടിയ കേട്ട ആ പാട്ടിന്റെ ഒരു 2 വരി പാടിത്തരുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടാവോ ദിവ്യക്ക്? എന്റെ വോയിസ് ഇപ്പൊ കോൾഡ് പിടിച്ച് നിൽക്കാം, കുഴപ്പമില്ല. ഞാൻ ഏത് പാട്ട് ആദ്യം ആദ്യം പാടിയ പാട്ട് അന്ന് ഇൻസ്റ്റയിൽ ഇട്ട പാട്ട്? ഓ സെൻട്രൽ വന്നല്ലേ, ഒരു സെക്കൻഡ് ഞാൻ പാടാം. சென்றல் வந்து தீண்டும் போது என்ன வண்ணமோ மனசுல, திங்கள் வந்து காயும் போது என்ன வண்ணமோ நினைப்புல, வந்து வந்து போகுதம்மா வண்ணமெல்லாம் என்னமம்மா, எண்ணங்களுக்கு ஏத்தபடி வண்ணமெல்லாம் மாறுமம்மா, உண்மையம்மா உள்ளத நான் சொன்னேன் பொன்னம்மா சின்ன கண்ணே. ദിവ്യ യു നോ വാട്ട്, ഇതെന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ആണ്. ലൂപ്പിൽ കേൾക്കുന്നത്. ഇത് അന്ന് ഇൻസ്റ്റയിൽ ദിവ്യ പാടി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരിക്കൽ ദിവ്യ കാണുവാണെങ്കിൽ ഇത് പാടിക്കണം. I never thought I'll get a chance like this. Thank you. I never thought I'd sing it, but thank you. You made me so comfortable that I felt like okay, I can sing. So Divya, tell me, ഓണക്കമുന്തിരിയിലേക്ക് ഇനി വന്നില്ല ശരിയാവത്തില്ല. എല്ലായിടത്തും ഓണക്കമുന്തിരിയാണ്. ഇപ്പം യൂട്യൂബിൽ ഞാൻ കമന്റ്സ് വായിക്കുമ്പോൾ കാണുന്നുണ്ട് ഇനിയുള്ള കല്യാണ വീഡിയോകളിൽ വരാൻ പോകുന്ന പാട്ടുകളാണ് ഓണക്കമുന്തിരി എന്നുള്ളത്. സോ ഹൃദയത്തിലേക്ക് എങ്ങനെയാണ് ദിവ്യ എത്തുന്നത് ആ ഒരു പാട്ട്? ആക്ച്വലി ഇത് ഈ കമ്പോസിങ്ങിന് വേണ്ടിയിട്ട് ഹിഷാം ചെന്നൈയിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഇവര് ഈ പാട്ട് ചെയ്ത ശേഷം ഹിഷാം ഇങ്ങനെ വിനീതിന്റെ അടുത്ത് ചോദിച്ചാൽ, വിനീതേട്ടാ നമുക്ക് ചേച്ചീനെ വെച്ച് ഇത് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ വിനീത് നമുക്ക് ട്രൈ ചെയ്യാന്ന്. അങ്ങനെ അപ്പൊ എന്നോട് വിനീത് പറഞ്ഞത് ഞാൻ പാടുന്നതിന് തലേ ദിവസം പറഞ്ഞു നാളെ നീ ഒന്ന് ട്രൈ ചെയ്യ്, ഹിഷാമിന് ഇഷ്ടപ്പെട്ടാ അത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ആള് വെക്കാം. അപ്പൊ ഞാൻ 100 തവണ ചോദിച്ചു ഞാൻ പാടണോ വേറെ ആരെങ്കിലും വെച്ച് ട്രൈ ചെയ്തൂടെ എന്ന് ചോദിച്ചാ. അപ്പൊ വിനീത് പറഞ്ഞു അവൻ ചോദിച്ചല്ലേ നീ ഒന്ന് ട്രൈ ചെയ്യ്, എന്നിട്ട് നമുക്ക് വർക്ക് ആയില്ലെങ്കിൽ വേറെ ആള് വെച്ച് അങ്ങനെ പാടി. ആൻഡ് ഹിഷാം ലൈക്ഡ് ഇറ്റ്, വിനീത് ഓൾസോ ലൈക്ഡ് ഇറ്റ്, ആൻഡ് ഐ
think that's how it happened. So simply വളരെ ഈസി ആയിട്ട് പറഞ്ഞു, പക്ഷെ പ്രോസസ് അത്ര എളുപ്പമായിരുന്നു. സ്റ്റുഡിയോയിലൊക്കെ പോയി നിന്ന് എത്ര ടേക്ക് എടുത്തു ഈ പാട്ടിന് വേണ്ടി? ആക്ച്വലി ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയില്ല. ഇത് ലോക്ക്ഡൌൺ ഉണ്ടായ സമയത്താണ്, അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഹിഷാം, ഞങ്ങള് ഓപ്പോസിറ്റിൽ ഒരു വീടുണ്ട് ദാറ്റ് വി റെന്റഡ് ഫോർ വിനീത് വർക്ക്. അപ്പൊ അവിടെ തന്നെ മൈക്ക് ആൻഡ് സിസ്റ്റം എല്ലാം ഹിഷാം അവിടെ തന്നെ സെറ്റപ്പ് ചെയ്തിട്ട് റെക്കോർഡഡ് ദെയർ. സോ ഇറ്റ് ഇസ് ഇൻ എ റൂം, നോട്ട് എ സ്റ്റുഡിയോ. സ്റ്റുഡിയോയിലേക്ക് പോയില്ല. ദെൻ ഹിഷാം സെഡ് നമുക്കിത് ട്രൈ ചെയ്യാം, എന്നിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് പിന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ബട്ട് ഐ തിങ്ക് ഹി യൂസ് ദിസ് വേർഷൻ. ഞങ്ങൾ സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്തിട്ടില്ല. ഓ, സ്റ്റുഡിയോ റെക്കോർഡ്. ഐ കെയിം ടു നോ ദാറ്റ് ഇതിൽ ഒന്നും തന്നെ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് അക്കമ്പനി ചെയ്തിട്ടില്ല, റൈറ്റ്? ഇല്ല, it's all vocals, like lot of vocals are there, and I think Vineeth and Hisham have also made the sound of the instruments back. ഇതെല്ലാം ദിവ്യ പാടിയിട്ട് ഫൈനൽ ഉണക്കമുന്തിരി ഔട്ട്പുട്ട് കേൾക്കുന്നതിന്റെ ആ ഒരു മൊമെന്റ് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ കാറിൽ പോകുമ്പോഴാണ് അതിന് കേൾപ്പിച്ചിരുന്നത്. And I was so happy. I was laughing, I was smiling, and I was so happy. I was very grateful and very happy. ഇപ്പത്തെ റേഡിയോയിൽ പ്ലേ ചെയ്യുന്നു, ടി വിയിൽ വരുന്നു, എവിടെ തിരിഞ്ഞാലും ഉണക്കമുന്തിരി സോങ് ആണ്. ഹൗ ഇസ് ദിസ് എക്സ്പീരിയൻസ് ദിവ്യ? ഞാനിപ്പോ ചെന്നൈയിലാണ്, അപ്പൊ എനിക്ക് അധികം എന്താ അവിടെ സംഭവിക്കുന്നത് എനിക്ക് അറിയില്ല. ബട്ട് ഐ എം വെരി ഹാപ്പി ആൻഡ് വെരി ഗ്രേറ്റ്ഫുൾ. ആൻഡ് ഈ song is just one part of it. When the visual comes, I think they'll really like Appu and Ammu in the visuals, and I think everything worked out together. The lyric video and the visuals, and Appu, Ammu, and the song, and everything worked out together. But I'm very happy and bhayangara sandoshana, bhayangara. I'm very very grateful. I never expected this, honestly. But definitely you deserve a lot. കാരണം ആ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരേ ഒരു കമന്റ് ഉണ്ട്, ഭയങ്കര റിഫ്രഷിംഗ് ആണ് ആൻഡ് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നു. ഡെഫിനറ്റ്ലി അതിനകത്ത് മ്യൂസിക് ഡയറക്ടറും ലിറിക്സിസ്റ്റിന്റെ ഒക്കെ ഒരു പാട്ട് ഉണ്ടെങ്കിലും ആസ് എ സിംഗർ ദിവ്യയുടെ ഒരു വലിയ ഇത്, കാരണം ദിവ്യ ഭയങ്കര എൻജോയ് ചെയ്ത് അത് പാടിയേക്കുന്നത് ഓരോ വരികളും. അപ്പൊ അതിന്റെ ഒരു വലിയ എൻജോയ്ഡ് ആൻഡ് സാങ് അത് പറയാം. ബിക്കോസ് ഭാഗ്യത്തിന് ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും വിനീത് ഹിഷാമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഹിഷാം ഇസ് ഓൾസോ ലൈക്ക്, ഹിഷാം ഒരു നമ്മളൊന്ന് പാടിയിട്ട് നമ്മൾ എൻജോയ്, ഹിഷാമിന് ഇഷ്ടപ്പെട്ട ഭയങ്കര എക്സ്പ്രസീവാ. അത് മതി ചേച്ചി, അത് മതി, ഒന്നും കൂടി നമുക്ക് ഗിഫ്റ്റ്, അങ്ങനെയാ. സോ ഇറ്റ് വാസ് വെരി ഈസി ആൻഡ് ഐ റിയലി എൻജോയ്ഡ് റെക്കോർഡിംഗ് വിത്ത് ഹിഷാം. ഇനിയിപ്പോ എങ്ങനെ ദിവ്യ മറ്റേ ഓഫേഴ്സ് വന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കേണ്ട ആളുകൾ, ദിവ്യ എന്റെ സിനിമയിലൊരു പാട്ട്, ഒന്നും പറയില്ലേ? എന്താ കുഴപ്പം, വന്നു കഴിഞ്ഞാൽ പാടിക്കൂടെ? ഒറ്റ കണ്ടീഷനേ, ഞാനത് വിനീതിന്റെ അടുത്ത് ഇപ്പോഴും പറയാറില്ല. ഒരു കണ്ടീഷനല്ലോ, നീ സ്റ്റുഡിയോനകത്ത് ഉണ്ടായാലും എന്റെ വോയിസിൽ എന്ത് ശബ്ദം പുറത്തു വരുള്ളൂ. ഏത് മ്യൂസിക് ഡയറക്ടർ ദിവ്യ കേൾക്കുന്നുണ്ടെങ്കിലും പറയാനുള്ളത്, പാട്ട് പാടാൻ വിളിക്കുമ്പോ വിനീതിനെയും കൂടെ പാക്കേജ് ആയിട്ട് കിട്ടത്തുള്ളൂ. വിനീതിനെയും കൂടി മാത്രം ഒരു മൂലക്ക് ഇരുത്തിയോ പ്ലീസ് എന്ന്. പിള്ളേര് കേട്ടോ ദിവ്യ? കുട്ടീസൊക്കെ കേട്ടോ പാട്ട്? എന്റെ ഫേവറേറ്റ് സോങ് ഉണക്കമുന്തിരി. അവള് കേട്ടോണ്ടിരിക്കും. വിഹാനെ, ഐ തിങ്ക് വിഹാനെ, ദർശന, പിന്നെ വേറെ ട്രാക്സ് ഉണ്ട് ഹൃദയത്തിൽ. അതാണ് വിഹാനെ ഇഷ്ടം. വിഹാനെ അപ്പു അങ്കിളുടെ ഫാൻ. അപ്പുവിനെ കാണിക്കുന്ന വീഡിയോ ഒക്കെയാണ് അവന് കൂടുതൽ ഇഷ്ടം. അപ്പു ഫാൻസ് അസോസിയേഷന്റെ മെയിൻ ആളപ്പോ വീട്ടിൽ തന്നെ ഉണ്ട്. വീട്ടിൽ തന്നെ ഉണ്ട്. ദിവ്യ ലൈക്ക് സോ മെനി ഇയേഴ്സ്, ഈ പറഞ്ഞ ദിവ്യ ആദ്യം വീട്ടിൽ കൺവിൻസ് ചെയ്ത് കല്യാണം കഴിച്ച് ഇപ്പൊ ഈ ഒരു പാട്ട് വൈറൽ സോങ്ങിൽ വരെ നിൽക്കുന്ന സമയത്ത് ദിവ്യയുടെ പേരൻസിന്റെ അടുത്ത് ദിവ്യ എപ്പോഴെങ്കിലും സംസാരിക്കുന്നുണ്ട്? ഹൗ ഹാപ്പി ആർ ദേ? ഐ മീൻ ദിവ്യയുടെ ഒരു ഡിസിഷൻ ആണ് ഇത്. അപ്പം അവരോട് എന്തെങ്കിലും ദിവ്യ അതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആർക്കും അയച്ചു തന്നിട്ടില്ല ഇതുവരെ, എന്റെ ഫാമിലിയിൽ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല. Then Vineeth said you better send it to everybody എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തു. And they all liked it. They all said very nice. And then I don't think they know that this song is doing, I mean people are listening to it a lot more in Kerala എന്നുള്ളത് അവർക്ക് അറിയും തോന്നുന്നില്ല എനിക്ക്. Because we are all in Chennai. ഇവിടെ it's like away from what is happening in Kerala. So അവർക്കത് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. So I don't think they know it. ഇതുവരെ അങ്ങനെ they all know പാട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. They all heard it and they said നന്നായി പാടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് കേരളത്തിൽ അത്രയും ആൾക്കാരെ കേൾക്കുന്ന അത്രയും ചെന്നൈയില് അത് ആൾക്കാർ അത്രയും കേൾക്കുന്നില്ലല്ലോ. സോ അവർക്കത് അത്രയും അറിയില്ല എന്ന് തോന്നുന്നു. ദിവ്യാനെ ഉടനെ ഞങ്ങളപ്പോ കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക് കൊണ്ടുവരേണ്ട സമയമായപ്പോ. എന്തായാലും ദിവ്യ, ക്രിസ്മസ് ഇസ് ഓൾ അറൗണ്ട്. ഹൗ ഇസ് എവറിത്തിങ്? ക്രിസ്മസ് സെലിബ്രേഷന്റെ ഒക്കെ ഇപ്പൊ കുട്ടീസും കൂടെ ഉള്ളതുകൊണ്ട് ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ ഉണ്ടോ? We haven't planned. ഇപ്പൊ എല്ലാം it depends on Vineeth's availability. Vineeth is gone for this thing Kerala for work. Random workന് പോയിട്ടുണ്ട് ഹൃദയത്തിന്റെ. So once it's back we'll plan something. We want to do something for Christmas and New Year's, but all depends on Vineeth. ദിവ്യക്ക് എന്തെങ്കിലും വിനീതിനോട് പറയണം എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും കാര്യം പറയാത്തതായിട്ടുണ്ടോ? Right now he's not here at home with us and we really miss him. I think that's what I want to tell him.
we real and we have been falling sick one after the other, so we really miss you. Come back home and help. It's like express help. ഞാൻ വിനീതിന് വോയിസ് നോട്ട് അയച്ചേക്കാം. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ദിവ്യ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഇപ്പോഴും ദിവ്യനെ ഫസ്റ്റ് ഫോൺ വിളിച്ച് എടുത്തപ്പോൾ സ്ക്രീമിംഗ് ആണ് ഓർമ്മ. അയ്യോ ഞാനില്ല ഐ കാൻ ഡു ദി ഇന്റർവ്യൂ. അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസറിന്റെ ഞാൻ പറഞ്ഞതാണ് ഞാൻ ചെയ്യൂല, പക്ഷെ എന്നോട് പോസ്റ്റ് ചെയ്ത് നമ്പർ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വെരി റിലക്റ്റന്റ് ബിക്കോസ് എനിക്ക് ഇത് I don't know if I can convey this thing well, but I'm happy because we have a good this thing connection, so this works very. See, I told you, right, you just relax. എനിക്ക് കുറച്ച് സമയം തരും. ഞാൻ ശരിക്കും പേടിച്ചു പോയി. ദിവ്യയുടെ ടെൻഷനും നെർവസും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മിണ്ടില്ല എന്ന് വിചാരിച്ചു. ദിവ്യ, we almost spoke to each other like 30 minutes. 38 minutes. I can see it on my phone. 38 minutes നമ്മൾ അറിഞ്ഞു പോലും ഇല്ലാതെ സംസാരിച്ചില്ലേ? Definitely. You made it so easy. Thank you so much, I have to say. No. It's all you, Divya, because Divya കേൾക്കണം എന്നുള്ളത് എനിക്ക് എല്ലാവരും കേൾക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ബിക്കോസ് ഫസ്റ്റ് സോങ് പാടിയപ്പോഴും എനിക്ക് ദിവ്യ കിട്ടിയില്ല. അപ്പൊ ഉണക്കമുന്തിരി ഇങ്ങനെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളിപ്പോ ഡാൻസ് ഒക്കെ കളിച്ചാലോ എന്ന് വിചാരിക്കുക ആ പാട്ടിന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദിവ്യനെ കിട്ടിയിട്ട് വേണം ബാക്കി സെലിബ്രേഷൻ വിചാരിച്ചു. ആൻഡ് ഫൈനലി ഇറ്റ് ഹാപ്പൻ ആൻഡ് വി ആർ സോ ഹാപ്പി ഫോർ ദാറ്റ്. Thank you so much. It was so easy because of the way you know ഇതെല്ലാം മൊത്തത്തിൽ പ്ലാൻ ചെയ്തത് was very comfortable for me, so I have to say thank you. അപ്പൊ താങ്ക്സ്. എവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് ആ പാട്ടൊന്ന് പാടിത്തത്. വെയിലാണ്ട് ഞാൻ വിട്ട് കഴിഞ്ഞാൽ ശരിയാവോ? ഉണക്കമുന്തിരി ഓക്കെ, പാടിത്തരാം. ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. വിനീത് എന്നോട് നീ പ്രാക്ടീസ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് പ്രാക്ടീസ് ഉണക്കമുന്തിരി, ബിക്കോസ് ഇനി എപ്പോഴെങ്കിലും ആരെങ്കിലും ഡൗട്ട് വന്നിട്ട് ദിവ്യ ആസ്കു ഇത് ശരിക്കും ദിവ്യ തന്നെയാണോ പാടി ഒന്ന് പാടുമ്പോൾ ലൈക്ക് ഇല്ലല്ലോ ഇത് ദിവ്യ പാടിയതല്ലല്ലോ, അങ്ങനെ ആൾക്കാർക്ക് ഡൗട്ട് വരും എന്ന് പറഞ്ഞു. സോ ഐ ഹാവൻ പ്രാക്ടീസ്. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി എടുക്കുന്നത് ഇവിടെ. ഐ ഹാവൻ പ്രാക്ടീസ്. നോ പ്രോബ്ലം, ഞങ്ങൾക്ക് അതിന്റെ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഇത് കേൾക്കാൻ റെഡിയാണ്. പാടിക്കോ. ഓക്കെ, പാടാം. ഒരു സെക്കൻഡ്. ഉണക്കമുന്തിരി പറക്ക മടുക്കുവോളം തിന്നൊക്കെ കൊത്തൊന്ന് കോരിക്ക വെത്തലമ്പാക്കും ചാവയ്ക്ക പന്തല് മുഴുവൻ തിരക്ക പെണ്ണും ചെക്കനും വേർക്ക പെണ്ണിന്റെ മൊഞ്ച് കണ്ടോക്കെ ചെക്കന്റെ പത്രാസി കണ്ടോക്കെ പെണ്ണും ചെക്കനും കെട്ടും കഴിഞ്ഞ് നടന്ന് വരുമ്പോ ചിരിക്ക പെണ്ണും ചെക്കനും കെട്ടും കഴിഞ്ഞ് നടന്ന് വരുമ്പോ ചിരിക്ക. താങ്ക് യു. അടിപൊളി ദിവ്യ. Thank you. Sorry, I told you I'm not able to breathe properly, so it's not my best, but thank you. I know, but ഈ പറഞ്ഞ പോലെ അതിനുള്ളൊരു അസുഖമൊക്കെ മാറി കോൾഡൊക്കെ മാറി കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് കുറച്ചും കൂടെ ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഫോർ യുവർ നെക്സ്റ്റ് സോങ് വി ആർ ജസ്റ്റ് വെയിറ്റിംഗ്. ആ പാട്ടിന്റെ സമയത്ത് ഞാൻ ഒന്നുകൂടെ വിളിച്ച് ഒന്നുകൂടെ പാടിപ്പിക്കുന്നതായിരിക്കും. അന്ന് ഞാൻ വിളിക്കുന്ന സമയത്ത് ഇതുപോലെ ഇനി പേടിച്ച് ഒച്ചെടുക്കരുത്. ഇല്ല, I'll remember this conversation and I'll definitely, if people like it, I will definitely do this again. Definitely. So I'm telling you, എനിക്കും പേടിയുണ്ട്. This is your first interview. പക്ഷേ ഇനി ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഇന്റർവ്യൂസിന്റെ സമയമായിരിക്കും ദിവ്യക്ക്. Take my word. Thank you so much, Bobby. Take care, Divya, and all love and regards to kutis at home. രണ്ടുപേരോടും thank you. I will definitely tell them that somebody said hi from Qatar.